ഹായ് ഓൾ, ഒരിക്കൽ കൂടി ഇൻസ്പയർ ടെക്നിക്കൽ PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 40 ക്വസ്റ്റ്യൻസ് ആണ് മൊഡ്യൂൾ 4ൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് ആൻഡ് സൊല്യൂഷൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യമായിട്ട് നമ്മൾ തന്നിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടിംഗ് ഫ്ലൂയിഡ് ഓർ ഗ്യാസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ എന്ന് പറയുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇവിടെ ഒന്നും നമുക്ക് പിന്നെ അങ്ങനെ ഒരു ഡൗട്ട് വരേണ്ട ഏരിയാസ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ നമുക്കറിയാം ഇതെന്താണ്, പൈപ്പ് തന്നെയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരെ, വലിയ ഡിഫിക്കൽട്ടി ലെവലൊന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അവിടെ പൈപ്പ് എന്ന് പറഞ്ഞ ആൻസർ നമുക്ക് കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ ലാർജസ്റ്റ് ഡയമീറ്റർ ഓഫ് പൈപ്പ് ദാറ്റ് ക്യാൻ ബി ഹെൽഡ് ഇൻ ചെയിൻ പൈപ്പ് വൈസ് എന്നുള്ളതാണ് ചോദ്യം. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് ഡയമീറ്റർ ഓഫ് പൈപ്പ് ദാറ്റ് ക്യാൻ ബി ഹെൽഡ് ഇൻ ചെയിൻ പൈപ്പ് വൈസ്. ഓക്കെ, ഇത് കുറച്ച് പ്രശ്നബാധിതമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം ഒരുപാട് തവണ ഈ ക്വസ്റ്റ്യൻ പലതവണ പല എക്സാമുകളായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് 200 mm ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചെയിൻ പൈപ്പ് റേഞ്ച് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആക്ച്വലി നമ്മുടെ നിമി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന റേഞ്ച് 150 വരെ ആണെങ്കിലും ഈ ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് വന്നപ്പോൾ അവിടെ 200 ആണ് ആൻസർ കീ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതൊന്ന് മൈൻഡിൽ വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക, ചെയിൻ പൈപ്പ് വൈസ് വന്നപ്പോൾ, കാരണം ഇതിന് വലിയൊരു ആധികാരികത ഒന്നുമില്ല. കാരണം ഇത് ഈ ഒരു പോയിന്റ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഏഷ്യൻ പബ്ലിക്കേഷൻ ബുക്കിലാണ് 200 mm എന്ന് പറയുന്ന ഒരു കീ കൊടുത്തിട്ടുള്ളത്. ചെയിൻ പൈപ്പ് റെഞ്ച് വന്ന സമയത്ത് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് 150 mm ആണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് അതൊന്ന് വെറുതെ മൈൻഡിൽ വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ബോത്ത് ആർ എന്തായിട്ട് പറയാം, നമുക്ക് ആൻസേഴ്സ് ആയിട്ട് പറയാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ? ഓക്കെ, അപ്പൊ രണ്ടും തെറ്റല്ല. അപ്പൊ നമുക്ക് റേഞ്ച് ഓഫ് പൈപ്പ് റേഞ്ച് എന്ന് പറയുന്നത് 50 തൊട്ട് 150 mm ആണ് നമ്മൾ പഠിച്ചത്. അതുപോലെ തന്നെ നമുക്കറിയാം ഇറഗുലർ ഒബ്ജക്ട്സ് ഒക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയിൻ പൈപ്പ് റേഞ്ച് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 50 mm ഓക്കെ, ഇവിടെ ഓർത്തിരിക്കുക, ചെയിൻ പൈപ്പ് റേഞ്ച് should not be used for pipes with less than 50 mm. ഓക്കെ, ഈ ഒരു പോയിന്റും കൂടെ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ? ഓക്കെ, ഈ രണ്ട് ക്വസ്റ്റ്യൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, വാട്ട് ഈസ് ദ ലാർജ് ഡയമീറ്റർ ഓഫ് പൈപ്പ് ദാറ്റ് ക്യാൻ ബി ഹെൽഡ് ഇൻ ചെയിൻ പൈപ്പ് വൈസ്. 200 mm ആണ് മുമ്പ് കീ വന്നിട്ടുള്ളത്. അത് നമുക്ക് എന്തായിട്ട് വരും, ഒരു ഒബ്ജക്ഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് വരാനുള്ള പോസിബിലിറ്റി ആണ് കൂടുതൽ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഫ്ലെക്സ് ഈസ് യൂസ്ഡ് ഫോർ സോൾഡറിംഗ് ഓർ റെഫ്രിജറേഷൻ ഫിറ്റിംഗ്. എല്ലാവരും ആൻസർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക കേട്ടോ. വിച്ച് ഫ്ലെക്സ് ഈസ് യൂസ്ഡ് ഫോർ സോൾഡറിംഗ് റെഫ്രിജറേഷൻ ഫിറ്റിംഗ്. അപ്പൊ നമുക്കിവിടെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കുക, നമ്മൾ ഈ പറയുന്ന സോൾഡറിംഗ് ഫ്ലെക്സ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ റെഫ്രിജറേഷൻ ഫിറ്റിംഗ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. റെഫ്രിജറേഷൻ ഫിറ്റിംഗ് എന്ന് പറയുന്നതാണ് ഇലക്ട്രിക്കൽ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്ന സംഭവം വന്നപ്പോൾ നമുക്ക് ഇവിടെ ഇത് ഫാലോ അല്ല ടാലോ ആണ്. ടാലോ. ഓക്കെ, ഏതാണ് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് പറയുന്നത്? റെസിൻ ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ഈസ് ദ ബെറ്റർ ഓപ്ഷൻ ഫോർ us. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ ഓഫ് സാൻകാസ്റ്റ് CI പൈപ്സ് യൂസ്ഡ് ഫോർ സോയിൽ പൈപ്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇവിടെ 4 ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിലുണ്ട്. IS 1729, IS 1538, IS 1636, IS 3989. അപ്പൊ ഏതാണ് ആൻസർ? മാക്സിമം എല്ലാവരും കമന്റ് ചെയ്യാം. ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടുത്തെ ഏറ്റവും പെർഫെക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? IS 1729 ആണ്. നമുക്ക് ഒരുപാട് സ്റ്റാൻഡേർഡുകൾ നമ്മൾ ഈ പ്ലംബർ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 261 ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. റെഫർ പേജ് നമ്പർ 261, ന്യൂ ടെക്സ്റ്റ് കേട്ടോ. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ന്യൂ ടെക്സ്റ്റ് ബുക്കിലെ 261 പേജ് നമ്പർ ജസ്റ്റ് നോക്കുക. അതിൽ എല്ലാ കോഡുകളും ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഭാഗത്ത് നിന്ന് വന്നിട്ടൊരു ചോദ്യമാണ്, ആരും തന്നെ സ്കിപ്പ് ചെയ്യാതിരിക്കുക, കാരണം ഇത് മുമ്പ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് വർക്കിംഗ് പ്രഷർ യൂഷ്വലി മെയ്ഡ് ഓൺ ജോയിന്റ്സ് ഫോർ പ്രഷർ ടെസ്റ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ മെയ്ഡ് ഓൺ ജോയിന്റ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് വന്നിട്ടുള്ളത്. ഇവിടെ ആൻസർ ആയിട്ട് വന്നത് 10 kg/cm². ഓക്കെ, എല്ലാത്തിനും സ്ക്വയർ ഉണ്ട്. 10 kg/cm² ആണ്. കാരണം നമ്മൾ കുറെ സ്ഥലങ്ങളിലെ പ്രഷർ റേഞ്ചുകൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഹ്യൂംഡ് പൈപ്പ് ക്ലാസ് P1, P2, P3 3 ക്ലാസ്സസ് ആയിട്ട് തിരിക്കുന്നുണ്ട്. ഡയമീറ്ററിനെ ബേസ് ചെയ്തിട്ട് ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ഡയമീറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 2, 4, 6 ഈ വാല്യൂസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ക്ലിയർ? P1, P2 ആൻഡ് P3 ക്ലിയർ ആണല്ലോ? P1 2, P2 4, P3 6. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ഏരിയ എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വേറെ സ്ഥലത്ത് കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇവിടെ എന്താണ് ആൻസർ വരിക? 10 kg/cm² ആണ് ആൻസർ വരിക. ഈ ഒരു ഏരിയ ആയിരിക്കും നമുക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇനിയുള്ള എക്സാമുകളിൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടി വരിക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ ഈ 1.33
For use of gravity mains, design pressure should not exceed 1.33. For use on pumping main, design pressure not to exceed 2 kg/cm². ഈ വാല്യൂസും ഈ 1.33 ആൻഡ് 2 kg/cm² കൂടെ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ക്ലിയർ ആണല്ലോ? കാരണം ഇവിടെ രണ്ട് റേഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്. 2, 4, 6 പഠിച്ചതിന് കൂടെ തന്നെ നമ്മൾ ആ യൂസസിൽ ഗ്രാവിറ്റി മെയിൻസിന്റെ ഡിസൈൻ പ്രഷർ എത്രയ്ക്ക് കൂടാൻ പാടില്ല എന്നും പമ്പിംഗ് മെയിൻസിന്റെ ഡിസൈൻ പ്രഷർ എത്രയ്ക്ക് കൂടാൻ പാടില്ല എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ? ഫൈൻ. അതൊന്ന് ഓർത്തിരിക്കും. ഓക്കെ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഡിസ്കസ് ചെയ്യാത്ത അധികം പോയിന്റ്സ് ഒന്നും ഇല്ല. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ക്ലിയർ ചെയ്തു. അതുപോലെ AC പ്രഷർ പൈപ്പുകൾ നമ്മൾ ഈ പറഞ്ഞ 5 ക്ലാസ്സസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ 5ന്റെ ഡിഫറൻസ് വെച്ചിട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ 5, 10, 15, 20 ആൻഡ് 25. ഓക്കെ, അപ്പൊ ഇത് 50, 100, 150, ഓക്കെ, 200, 250. ഓക്കെ, ഹെഡും ഇത് തമ്മിൽ ഒരു 5 ഡിഫറൻസ് ആണ് വരുന്നത്. ഇത് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമുള്ള ഒരു ടേബിൾ ആണ്, സിമ്പിൾ ടേബിൾ ആണ്. അപ്പൊ ഇതും കൂടെ എന്ത് ചെയ്യാം, മൈൻഡിൽ വെക്കുക. AC പ്രഷർ പൈപ്പിന്റെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ടെസ്റ്റ് പ്രഷർ. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഡയമീറ്റർ ഓഫ് കാസ്റ്റ് അയൺ പൈപ്പ് ഷുഡ് ബി യൂസ്ഡ്. ഓക്കെ, വാട്ട് ഡയമീറ്റർ ഓഫ് കാസ്റ്റ് അയൺ പൈപ്പ് ഷുഡ് ബി യൂസ്ഡ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്, ഓക്കെ, സെറ്റ് ചെയ്യാം. ABCD 4 ഓപ്ഷൻസ് ഇവിടെ മുമ്പിലുണ്ട്. 20 സെന്റിമീറ്റർ ഉണ്ട്, 90 സെന്റിമീറ്റർ ഉണ്ട്, 60 സെന്റിമീറ്റർ ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. ഏതാണ്? 90 സെന്റിമീറ്റർ ഈസ് റൈറ്റ് ആൻസർ. അപ്പൊ നമ്മൾ കുറെ ഡയമീറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആക്ച്വലി നമ്മൾ പഠിച്ച റേഞ്ച് എന്ന് പറയുന്നത് കാസ്റ്റ് അയണിന്റെ 80 തൊട്ട് 750 വരെയാണ് പഠിച്ചത്, അല്ലെ? അത് നമ്മൾ കാസ്റ്റ് അയൺ പൈപ്പിനെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ കൂടുതൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. 80 to 750 mm ആണ്. ഇത് മൂന്നാണ് ക്ലാസിഫൈ ചെയ്യുന്നു. LA, A and B ആയിട്ട് ക്ലാസിഫൈ ചെയ്ത കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ സാൻഡ് കാസ്റ്റ് CI പൈപ്പ് യൂസ് ചെയ്യുമ്പോൾ സോയിൽ പൈപ്പ് നമുക്ക് IS 1729 കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കൺഫേം ചെയ്യുന്നത്. സ്പൺ കാസ്റ്റ് അയൺ പൈപ്പുകളാണെങ്കിൽ നമ്മൾ IS 3989. ഓക്കെ, IS 3989 അത് എടുത്തു പറയും. ഇതാണെങ്കിൽ എടുത്തു പറയൂ കേട്ടോ. സ്പൺ അയൺ കാസ്റ്റ് അയൺ യൂസ്ഡ് ഫോർ സോയിൽ പൈപ്പ് ഷാൾ കൺഫേം IS 3989. മുമ്പ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 1729 ആയിരുന്നു. അപ്പൊ ഇത് നമുക്കൊരു പോസിബിലിറ്റി വളരെ കൂടുതലുള്ള ഒരു ക്വസ്റ്റ്യൻ ഏരിയ ആണ്. ഓക്കെ, ഫൈൻ. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ഇതും കൂടെ, സ്പൺ അയൺ ബൈ വാട്ടർ സപ്ലൈ ഷാൾ കൺഫേം IS 1538. അപ്പൊ ഏതൊക്കെ കോഡുകളാണ് ഇമ്പോർട്ടന്റ്? 1538, 1729 and 3989. ഓക്കെ, ഒരു വെരി ഇമ്പോർട്ടന്റ് കാറ്റഗറി പെടുത്തിയാലും തെറ്റില്ല. ക്ലിയർ? അപ്പൊ ഇവിടുത്തെ ദീസ് അവൈലബിൾ 80 to 750. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ ഓപ്ഷൻ നേരിട്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്കിവിടെ 90 സെന്റിമീറ്റർ ഫൈനലൈസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the pipes with the following diameter can be bent using pipe bending machine. 100 mm, 50 mm, 200 mm, none of these. 4 ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഇവിടെയും എന്താണ്, 100 mm is the right answer. പക്ഷെ ഇവിടെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് പണ്ടത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പോസിബിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൈഡ്രോളിക് പൈപ്പ് ബെൻഡിങ് മെഷീൻ ആണെങ്കിൽ എത്രയാണ് മാക്സിമം എന്നുള്ളതാണ്. അവിടെ നമുക്ക് 75 mm ആണ്, 75 mm. അപ്പൊ ഇതൊരു ബെറ്റർ വാല്യൂ ഫോർ us ഇൻ അവർ ഫ്യൂച്ചർ എക്സാമിനേഷൻ. മറ്റൊരു പഴയ ക്വസ്റ്റ്യൻ ആണ്, കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വാല്യൂ ഓർത്തിരിക്കുക, കാരണം കഴിഞ്ഞ തവണ അങ്ങനെ ചോദിച്ചെങ്കിൽ ഇവിടെ നമുക്ക് എടുത്ത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഹൈഡ്രോളിക് പൈപ്പ് ബെൻഡിങ് മെഷീൻ 75 mm. ഓക്കെ, മറക്കാതെ ഓർക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിമെന്റ് കോൺക്രീറ്റ് പൈപ്പ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലെങ്ത് ഓഫ് 3 meter, 2 meter, 6 meter, all of this. ഏതാണ്? ഇവിടെ നമുക്ക് 3 meter ആണ് ഒരു ബെറ്റർ ഓപ്ഷൻ. നമുക്കറിയാം 2 to 3 meter. 2 to 3 meter നമ്മൾ പഠിച്ചത് AC പൈപ്പ്സ് ആണ്. AC പൈപ്പ് എങ്കിലും നമ്മളൊരു കണ്ടീഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇത് വേണമെങ്കിൽ നമുക്ക് 4 meter യൂസ് ചെയ്യാം. കാരണം 5 to 1000 ആയിരുന്നു നമ്മൾ ഇതിന്റെ ഡയമീറ്റർ റേഞ്ച് പഠിച്ചത്. അപ്പൊ 1000 mm മുകളിലോട്ട് വരുന്ന പൈപ്പുകൾ വരികയാണെങ്കിൽ നമുക്ക് അവിടെ 4 meter ലെങ്ത് ഉള്ള പൈപ്പ് യൂസ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു സ്പെഷ്യൽ കണ്ടീഷൻ കൂടി ഉണ്ട്. അപ്പൊ 2 to 3 meter ലെങ്ത് AC പൈപ്പ് പഠിക്കുന്ന കൂടെ തന്നെ സ്പെഷ്യൽ കണ്ടീഷൻ 4 meter വരാം. എവിടെയാണെങ്കിൽ ഡയമീറ്റർ ഗ്രേറ്റർ ദാൻ 1000 mm വരുന്ന സമയത്ത് റേഞ്ചിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ നമ്മുടെ ലെങ്തിന്റെ റേഞ്ചും നമുക്ക് ചേഞ്ച് ചെയ്യാമെന്ന് ഓർത്തിരിക്കാം. കാസ്റ്റ് അയൺ പൈപ്പ് 80 to 750 ഓൾറെഡി വി വർ ഡിസ്കസ്ഡ്. GI പൈപ്പ് സ്റ്റാൻഡേർഡ് ലെങ്ത് 6 meter. അതുപോലെ തന്നെ PVC പൈപ്പും 6 meter തന്നെയാണ്. HDP പൈപ്പുകളും എന്താണ് 6 meter തന്നെയാണ്. അപ്പൊ ഏതൊക്കെയാണ് 6 meter കാറ്റഗറിയിൽ പെടുന്നത്? GI, PVC ആൻഡ് HDP. ഓക്കെ, ഇനി SW പൈപ്പ് ആണെന്ന് വിചാരിക്കുക, സ്റ്റോൺ വെയർ, അവിടെ എത്രയാണ്? 600 mm വരുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ? അപ്പൊ നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ലെങ്ത്തുകൾ ചോദിക്കാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്, കാരണം ഒരുപാട് പൈപ്പുകളുണ്ട്, ഒരുപാട് ലെങ്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ കൂടുതലാണ്. HDP, PVC, GI 6 meter പഠിക്കാം.
SW പൈപ്പ് 600 mm ഉള്ളൊന്ന് പഠിക്കാം. കാസ്റ്റ് അയൺ പൈപ്പ് ആണെങ്കിൽ 80 mm തൊട്ട് 750 വരെ വേരി ചെയ്യാന്ന് പഠിക്കാം. 2 to 3 മീറ്റർ ലെങ്ത് ആണ് AC പൈപ്പുകൾക്ക് നോർമലി വരുന്നത്. അതിന് വലിയ ഒരുപാട് ലെങ്തിലൊന്നും പോകുന്നില്ല. സ്റ്റോൺ വെയർ പൈപ്പ് വളരെ ഷോർട്ട് ആണ്, ഏകദേശം 600 mm ഉള്ളൂ, 1/2 മീറ്ററിന് കുറച്ച് കൂടുതലുള്ളൂ, ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് കണക്ട് ചെയ്ത് പഠിക്കുന്നത് എപ്പോഴും ബെറ്റർ ആയിരിക്കും. കാരണം നമുക്കറിയാം ഇത് നമ്മുടെ റിവിഷൻ മോഡാണ്. അപ്പം എത്രത്തോളം നമ്മൾ റിവിഷൻ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് നല്ലതാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, വീണ്ടും വീണ്ടും പറയുന്നത് അറിയാം, എന്നാലും ഇതൊരു ചെറിയ റിവിഷൻ ആയിട്ട് എടുക്കാം. വിച്ച് വൺ ഈസ് യൂസ് ടു വാഷ് ഔട്ട് എ സ്മാൾ പർട്ടിക്കുലർ ഡേർട്ട് ഇൻ ചെയിൻ പൈപ്പ് കട്ടർ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇവിടെ ലൈറ്റ് ഓയിൽ, കെറോസിൻ, പെട്രോൾ, ടെർപ്പന്റിൻ 4 ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിലുണ്ട്. ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് ടൈപ്പ് ചെയ്തേ, ലൈറ്റ് ഓയിൽ, കെറോസിൻ, പെട്രോൾ, ടെർപ്പന്റിൻ. അപ്പൊ ഓക്കെ, ഇവിടെ എന്താണ് വാഷ് ഔട്ട് ദ സ്മോൾ പാർട്ടിക്കിൾസ് മാത്രമേ അവിടെ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നുള്ളൂ അല്ലെ. വാഷ് ഔട്ട് ദി സ്മോൾ പാർട്ടിക്കിൾസ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഇവിടെ ഏറ്റവും ഒപ്റ്റബിൾ ചെയ്യാൻ പറ്റുന്ന സാധനം എന്ന് പറയുന്നത് നമുക്ക് കെറോസിൻ ആണ്. എന്തുകൊണ്ട് കെറോസിൻ നമ്മൾ യൂസ് ചെയ്യുന്നു, എന്തുകൊണ്ട് ലൈറ്റ് ഓയിൽ, കെറോസിൻ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിവിടെ വാഷ് ഔട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. അപ്പൊ കെറോസിൻ എന്ന് പറയുന്നത് കോമൺലി ഒരു വാഷ് ഔട്ട്, സ്മോൾ പാർട്ടിക്കിൾസ് വാഷ് ഔട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു എന്താണ് മീഡിയം ആണ്. കാരണം വെച്ചാൽ അവിടുത്തെ വിസ്കോസിറ്റി വളരെ കുറവാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഈ കുറച്ചും കൂടെ പെൻട്രേഷൻ, വിസ്കോസിറ്റി, ലോ വിസ്കോസിറ്റി ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു പെൻട്രേഷൻ എബിലിറ്റി അവിടെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇൻഎക്സ്പെൻസീവ് ആണ്, വലിയ വിലയൊന്നും ഇല്ലാണ്ട്. കാരണം വാഷ് ഔട്ട് മാത്രമല്ലേ നമ്മുടെ ഫംഗ്ഷൻ ആയിട്ട് അവർ ക്വസ്റ്റ്യനിൽ പറയുന്നുള്ളൂ. അപ്പോൾ കെറോസിൻ ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോളാർ ജോയിൻ ഈസ് യൂസ്ഡ് ഇൻ. കോളാർ ജോയിനുകൾ എവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? കോപ്പർ പൈപ്പുകൾ ഉണ്ട്, കാസ്റ്റ് അയൺ പൈപ്പ് ഉണ്ട്, കോൺക്രീറ്റ് പൈപ്പ് ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ കോളാർ ജോയിന്റിനെ കുറിച്ച് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ? കോൺക്രീറ്റ് പൈപ്പാണ് ആൻസർ വരിക. അപ്പൊ AC പൈപ്പും കൂടെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡൗട്ട് വന്നേനെ. കാരണം ആസ്പെറ്റോ സിമന്റ് പൈപ്പും കോളാർ ജോയിന്റ് വെച്ച് കണക്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പോൾ കോൺക്രീറ്റ് പൈപ്പ് എന്ന് മാത്രമേ ഇവിടെ ഓപ്ഷൻസ് ഉള്ളൂ. പിന്നെ നൺ ഓഫ് ദീസ് ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ സി ആയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാം. വലിയ മിസ്റ്റേക്സ് ഒന്നും ആർക്കും വരാൻ സാധ്യതയില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഓർത്തിരിക്കുക, ജോയിനിങ് ബിഗ് ഡയമീറ്റർ കോൺക്രീറ്റ് ആൻഡ് ആസ്ബസ്റ്റോ സിമന്റ് പൈപ്പ്. ഇതാണ് നമുക്ക് ഇവിടുത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ബിഗ് ഡയ, കോൺക്രീറ്റ് ആൻഡ് ആസ്ബസ്റ്റോസ്. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ട് ബിഗ് ഡയമീറ്റർ കോൺക്രീറ്റ് ആസ്ബസ്റ്റോസ് പൈപ്പുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോളർ പൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ സിമന്റ് മോർട്ടാറിന്റെ റേഷ്യോ 1:1 ആണ്. മോസ്റ്റ് വെരി വെരി ഇമ്പോർട്ടന്റ് ഒരു എന്താ പറയുക, ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ 40 ക്വസ്റ്റ്യൻസിലെ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അടുത്ത 10 ക്വസ്റ്റ്യൻസ് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാവരോടും ഒരു അസൈൻമെന്റ് മോഡിൽ എല്ലാവരും ആൻസർ ചെയ്യണമെന്ന് പറഞ്ഞതാണ്. ഓൾമോസ്റ്റ് എല്ലാവരും ആൻസർ ചെയ്ത് കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ ബാക്കി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഇതുപോലെ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ ക്വസ്റ്റ്യൻ അനാലിസിസ് ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. ഓക്കെ, അപ്പോൾ അനലൈസ് ചെയ്യാനും കൃത്യമായി പഠിക്കാനും അതിന്റെ കറസ്പോണ്ടിങ് പോയിന്റ്സുകൾ മാർക്ക് ചെയ്ത് വെക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. പിന്നെ ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആൾക്കാർക്ക് പഠിച്ചു തുടങ്ങാൻ, കാരണം നമുക്ക് ഒരു 1 മന്ത് അത്യാവശ്യം ഇനഫാണ്, നല്ല രീതിയിൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി പഠിച്ചു കഴിഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യുക, നല്ലൊരു റിവിഷന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുക. പഠിച്ചാത്ത ആൾക്കാർ മാക്സിമം ടൈം ക്വസ്റ്റ്യൻ ഡിസ്കഷനിലും അതായത് ക്ലാസ് കാണാൻ നമുക്ക് അധികം സമയം നമ്മുടെ 50 മണിക്കൂർ ക്ലാസ് നമുക്ക് ആകെ ഉള്ളൂ. അപ്പോൾ അത് കാണാൻ അധികം സമയം വേണ്ട. അത് കണ്ടതിന് ശേഷം മാക്സിമം ക്വസ്റ്റ്യൻസ് കൂടുതൽ റിവിഷൻ ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി. മാക്സിമം ടൈം അതിലേക്ക് തന്നെ മാക്സിമം എഫോർട്ട് നമുക്ക് നമ്മുടെ ആ ഒരു റിവിഷന് വേണ്ടി ഇടാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ് മെല്ലെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. അതുവരേക്കും തൽക്കാലം ബൈ, ടേക്ക് കെയർ.